പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ 71ാം ജന്മവാർഷികം നമ്മുടെ സഭാതലത്തിൽ ആഘോഷിച്ചു കഴിഞ്ഞ ജൂലൈ 15 ഓരോ ഇടവകയും അത് ആചരിക്കുക എന്നുള്ളത് സഭാമക്കളായ നമ്മുടെ കടമയാണ്. ആ കടമ നിറവേറ്റുന്ന നമ്മുടെ ഈ ഇടവകയുടെ അവസരത്തിൽ ധന്യന്മാർ ഇവാനിയോസ് പിതാവിനെ കുറിച്ച് ഏതാനും ചിന്തകൾ, ഒരു അനുസ്മരണം നിങ്ങളുടെ എല്ലാം പ്രതിനിധിയായിട്ട് ഇവിടെ നിന്ന് നടത്താൻ ഞാൻ ശ്രമിക്കുകയാണ്. ഞാനൊരു പ്രസംഗമല്ല പറയുന്നത്, നമ്മളെല്ലാവരും ഒത്തിരുന്നു. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ധന്യന്മാർ ഇവാനിയോസ് പിതാവിനെ കുറിച്ചുള്ള അനുഭവങ്ങളും ഒക്കെ ഉള്ളവർ കൊണ്ട് ഇവിടെ ഉണ്ടാകാം. എങ്കിലും ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കൾക്കും യുവ തലമുറയ്ക്കും ഒക്കെ ഒരു അറിവിന് വേണ്ടിയിട്ട് ആരാണ് നമ്മുടെ ഈ മലങ്കര കത്തോലിക്ക സഭയുടെ സ്ഥാപകനായ മാർ ഇവാനിയോസ് പിതാവ് എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ ചിത്രം വരയ്ക്കാനുള്ള ശ്രമം ഞാൻ നടത്തുകയാണ്. അത് 10 മിനിറ്റ് കൊണ്ടോ 10 മണിക്കൂർ കൊണ്ടോ ദിവസം കൊണ്ടോ ഒന്നും തീരുന്ന ഒരു അധ്വാനമല്ല. എങ്കിലും പരിമിതമായ സമയത്തിനകത്ത് അദ്ദേഹത്തെ പിതാവിനെ കുറിച്ചുള്ള ഒരു ചെറിയ ചരിത്രം നമ്മുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇവാനിയോസ് പിതാവിൻ്റെ കുടുംബം മാവേലിക്കര പണിക്കരുവിയുടെ കുടുംബമാണ്. 1882 അദ്ദേഹം ജനിക്കുന്നത്. ഒരു സെപ്റ്റംബർ 21 അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തോമസ് പണിക്കര്, അന്നമ്മ. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ അവിടെ തന്നെ ആയിരുന്നു. പ്രൊട്ടസ്റ്റന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളിലും ഒക്കെ നടത്തി. പഠനകാലത്ത് ഞാൻ ചെറുപ്പത്തിലെ പിതാവിൽ കണ്ട ഒത്തിരി ഗുണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനത്തിലുള്ള താല്പര്യവും ഒബ്സർവേഷൻ വീക്ഷിക്കുന്നുള്ള താല്പര്യവും ഒക്കെ എല്ലാവരും അടുത്തറിഞ്ഞു. അങ്ങനെ 1897 അന്നത്തെ പുലിക്കോട്ടിൽ വിന്യാസിസ് തിരുമേനി അവിടെ സന്ദർശിച്ച വഴിക്ക് പൈതലിനെ, ഈ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിച്ചു. അദ്ദേഹം തുടർ പഠനത്തിനായിട്ട് നമ്മുടെ ഈ പിതാവിനെ കോട്ടയം മെഡിനി സെമിനാരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പിതാവ് ഈ പയ്യനിൽ കണ്ട ഗുണഗണങ്ങൾ അദ്ദേഹം മുൻകൂട്ടി കണ്ടു. അദ്ദേഹത്തെ ഒരു വൈദികനായി വളർത്തണമെന്ന ചിന്തയിൽ അദ്ദേഹം വൈദിക പഠനത്തോടൊപ്പം അദ്ദേഹത്തെ കൂടുതലായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം 1899 മെഡിനി സെമിനാരിയിൽ മെട്രിക്കുലേഷൻ പാസ്സായ അന്നത്തെ 10ാം ക്ലാസ് എന്ന് പറയാം. അതിനുശേഷം അതോടൊപ്പം തന്നെ 1900 ജനുവരി 9 അദ്ദേഹത്തിന് ആദ്യത്തെ ഡീക്കൻ പട്ടം കൊടുത്തു. തുടർന്ന് അദ്ദേഹം CMS കോളേജിൽ അന്നത്തെ അവിടെ ഇന്റർമീഡിയറ്റ്, എനിക്ക് തോന്നിയപ്പോഴത്തെ +2 എന്നൊക്കെ പറയാം, വ്യത്യാസമുള്ള പാസ്സായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കഴിവ് കണ്ടുകൊണ്ട് അവിടെ ഓർത്തഡോക്സ് സഭയിൽ അദ്ദേഹത്തെ കൂടുതൽ പഠിപ്പിക്കുന്നതിന് താല്പര്യമുണ്ടായി. അദ്ദേഹം മദ്രാസ് ഡിസ്ട്രിക്ട് കോളേജിൽ പോയി അദ്ദേഹം എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററിയിൽ ബിരുദം സമ്പാദിക്കുന്നു. തുടർന്ന് അവിടെ തന്നെ അദ്ദേഹം MA ബിരുദം സമ്പാദിക്കുന്നു. ഇതൊക്കെ നമ്മളിപ്പോൾ പറയുന്നത് നിസ്സാരമായിട്ട്, പക്ഷേ അന്നത്തെ കാലത്ത് ഓർത്തഡോക്സ് സഭയിൽ ബിരുദമെടുത്തവരോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരോ ആരുമില്ലായിരുന്നു. ആദ്യത്തെ ഒരു വൈദികൻ അദ്ദേഹത്തെ MA അച്ഛനാണ് അറിയപ്പെട്ടിരുന്നത്. തുടർന്ന് തിരിച്ചു വന്ന അദ്ദേഹത്തെ 1907 അദ്ദേഹം പഠിച്ചിട്ട് MD സെമിനാരിയുടെ പ്രിൻസിപ്പലായിട്ട് ലഭിക്കുന്നു. തുടർന്ന് 1908 സെപ്റ്റംബർ 15 അദ്ദേഹത്തിന് വൈദിക പട്ടം നൽകുന്നു. ഞാനിത് ഓടിപ്പോവുകയാണ്. തുടർന്ന് അദ്ദേഹം കുറെ കാലം അവിടെ ഈ MD സെമിനാരി പ്രിൻസിപ്പലായി ജോലി ചെയ്തു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോടി തിരുമേനിയോടൊപ്പം അദ്ദേഹത്തെ കൽക്കട്ടയിൽ സറാമൂർ കോളേജിൽ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗ പാഠവും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ കണ്ട് അവിടുത്തെ സറാമൂർ കോളേജിന്റെ പ്രിൻസിപ്പലായിട്ടുള്ള ഡോക്ടർ ഹവൽസ് അദ്ദേഹത്തെ അവിടുത്തെ പ്രൊഫസറാകാൻ ക്ഷണിക്കുന്നു. അങ്ങനെ അദ്ദേഹം സറാമൂർ കോളേജിലെ പ്രൊഫസറാകുന്നു. അത് പറയുന്നത് അന്ന് അദ്ദേഹത്തിന്റെ ശമ്പളം കൊടുത്ത് 1500 രൂപ ശമ്പളം കൊടുത്തെന്നാണ് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ
ചിന്തിക്കുമ്പോൾ അതൊരു ലക്ഷക്കണക്കിന് രൂപ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത്. പക്ഷെ അദ്ദേഹം അത് അന്നത്തെ അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണം, ആ തുക മുഴുവൻ സഭയിലെ ഇന്നത്തെ ഓർത്തഡോക്സ് സഭയിലെ യുവജനങ്ങളെയും ഒക്കെ വളർത്തുന്നതിനോട് ഒത്തിരി, അവരെ പഠിപ്പിക്കുന്നതിനൊക്കെ ഒത്തിരി ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 1910 ഓഗസ്റ്റ് 15 ഇത് അങ്ങനെ അദ്ദേഹം അവിടെ തുടർന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം ഇതൊന്നും ആയിരുന്നില്ല എന്ന് തുറക്കുന്നതിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒരു സന്യാസൻ, ഒരു സന്യാസി ഒരു ജീവിതം നയിക്കണമെന്നാണ് തുടക്കം മുതലേ അദ്ദേഹത്തിന്റെ ചിന്ത. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ഏറ്റവും അവിടെ തുടർന്നെങ്കിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളവർക്ക് എത്തിപ്പറ്റാമായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം അവിടെ നിന്ന് വിട്ടിട്ട് വന്ന് നമ്മുടെ റാന്നി പെരുന്നാട് മുണ്ടൻമലയിൽ ഒരു ആശ്രമം സ്ഥാപിക്കുകയാണ്. അതിന് ബഥനി എന്നുള്ള പേരൊക്കെ കൊടുക്കുന്നു. സെന്റ് ബേസിൽ എന്ന് പറയുന്ന ഒരു സന്യാസ വിശുദ്ധന്റെ സന്യാസ സങ്കല്പങ്ങളിൽ നിന്നും ഒക്കെ ചേർന്ന് ഉൾക്കൊണ്ടും നമ്മുടെ ആർഷഭാരതത്തിന്റെ ഒക്കെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ബഥനി ഒരു ആശ്രമം സ്ഥാപിക്കുന്നു. അതിന് ബഥനി മുണ്ടമലയിൽ ബഥനി ആശ്രമം സ്ഥാപിക്കുന്നു. തുടർന്ന് 1925 ഈ നമ്മുടെ പിതാവിനെ ബഥനിയുടെ മെത്രാനായി ഓർത്തഡോക്സ് സഭ വാഴിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഒരു 1925 ഒരു കന്യാസ്ത്രീകൾക്കൊരു മഠവും അദ്ദേഹം സ്ഥാപിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ പറയുകയാണ്, അദ്ദേഹം അന്ന് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള വനിതകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പലരെയും കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി പഠിപ്പിക്കുക, അവിടെ വേറെ കോളേജ് സ്ഥാപിക്കുന്നതിനും അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നതിനൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ നാരി ശാക്തീകരണം എന്നൊക്കെ നമ്മൾ ഇവിടെ കേൾക്കുന്നു. പക്ഷേ ഇത് നൂറ്റാണ്ടിന് മുമ്പേ അത് നമ്മുടെ മാർഗാനിസ് പിതാവ് അത് മുൻകൂട്ടി കണ്ട് പലരെ ഒത്തിരി പേരെ കൊണ്ടുപോയി അവരൊക്കെ ശാക്തീകരിച്ച് അവരെ പഠിപ്പിച്ചു. അങ്ങനെ 1925 മെയ് 1 അദ്ദേഹത്തിന് മെത്രാനായിട്ട് വാഴിക്കുന്നു. തുടർന്ന് 1926 ഓർത്തഡോക്സ് സഭയിലെ നിങ്ങൾക്കറിയാം ചരിത്രം. അന്ന് അവിടെ ഒത്തിരി സഭാപരമായ ഘടകങ്ങളും ഓർത്തഡോക്സ് സഭയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അങ്ങനെ അതിൻ്റെ മൂർത്തിൻ്റെ അവസ്ഥയിൽ അപ്പോഴ് കേസും വഴക്കൊക്കെ നടക്കുന്നു. അപ്പോൾ അന്ന് അവിടെ കൂടിയ സഭാ സിനഡ് റോമുമായിട്ട് ബന്ധപ്പെടുന്നത് നമ്മുടെ മാർഗാനിസ് പിതാവിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ച് റോമുമായിട്ട് എഴുത്തുകുത്തുകൾ നടത്തുന്നതിന് ഇങ്ങനെ കത്തോലിക്ക സഭയുമായിട്ട് ഐക്യപ്പെടുന്നതിനുള്ള ഒരു ചിന്ത വെച്ചുകൊണ്ട് പിതാവിനെ ചുമതലപ്പെടുത്തി. പക്ഷേ എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, അതായത് പുരോഗമിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഈ സിവിൽ കേസ് ചരിത്രമാണ് പറയുന്നത്, സിവിൽ കേസിൽ അവര് വിജയിച്ചു. അപ്പോൾ പിന്നെ അവർക്ക് അതിൽ നിന്നും പിൻവാങ്ങി. അതുകൊണ്ട് അവര് ആ ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങി. പക്ഷെ നമ്മുടെ പിതാവ് ഈ കാര്യം ഉറച്ചു നിൽക്കുകയും അദ്ദേഹം ഇതെല്ലാം തിരിച്ചിട്ട് 1930 കൂടി അദ്ദേഹം കത്തോലിക്ക സഭയുമായിട്ട് പുനരൈക്യപ്പെടുന്നു. പിന്നീട് ചരിത്രമെല്ലാം നമുക്കെല്ലാം അറിയാം, പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. 1930 സെപ്റ്റംബർ 20 കൊല്ലം ലത്തീൻ ബിഷപ്പ് അലോഷ്യസ് മരിയ തിരുമേനിയുടെ മുമ്പാകെ വെച്ച് പിതാവ് മറ്റ് 4 പേരും കൂടെ ചേർന്നാണ് പുനരൈക്യപ്പെട്ടത്. നമുക്കറിയാം, മാർ തെയോഫിലോസ് മെത്രാൻ, ഫാദർ ജോൺ പുഴിനാപ്പുറത്ത് OAC, അലക്സാണ്ടർ മറ്റുപുറത്ത് OAC ശിമാശൻ, ഒരു അൽമായനും ചാക്കിലേക്ക് കിളിയിലേക്ക് ചാക്കോ എന്ന ഒരു അൽമായൻ ഉൾപ്പെടെ അവർ ചേർന്നു. അതോടുകൂടി അദ്ദേഹം മുണ്ടമലയിൽ നിന്നും തൻ്റെ ഏതാണ്ട് 400 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നാണ് പറയുന്നത് ആ ആശ്രമത്തിൻ്റെ. അത് അവിടെ അനാഥാലയമൊക്കെ അദ്ദേഹം നടത്തി വന്നിരുന്നു. ഒത്തിരി പേരെ പോയി പഠിപ്പിക്കുകയും ഒത്തിരി സഹായം ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന കാരണം ആ പ്രസ്ഥാനം മുഴുവൻ ഉപേക്ഷിച്ചിട്ടാണ് നമ്മളൊരു ചിത്രം കാണാൻ ഒരു വള്ളത്തേൽ അദ്ദേഹം വെറും കൈയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന ഒരു ചിത്രം നമ്മുടെ പലയിടത്തും കണ്ടിട്ടുണ്ട്. ദൈവ പരിപാലനയ്ക്ക് വിട്ടുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നിരുന്നെങ്കിൽ ഒത്തിരി ഉയർന്ന പദവിയിലേക്ക് എത്താമായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം നമ്മുടെ കത്തോലിക്ക സഭയെ ആശ്ലേഷിച്ചത്. തുടർന്ന് 1932 നമ്മുടെ ഈ പുനരൈക്യ പ്രസ്ഥാനത്തിനെല്ലാം അംഗീകാരം നൽകി 11ാം പീയൂസ് മാർപ്പാപ്പയായിരുന്നു. 1932 അദ്ദേഹം റോമിലേക്ക് പോകുന്നു. റോമിൽ പോയി 11ാം പീയൂസ് മാർപ്പാപ്പയിൽ നിന്ന് പാലിയം സ്വീകരിക്കുന്നു. അദ്ദേഹം അവിടെ വെച്ച് പല പരിപാടികളിൽ പങ്കെടുത്തു. അന്നത്തെ 32ാം ദിവ്യാരണ്യ കോൺഗ്രസ് അയർലൻഡിൽ വെച്ച് അതിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് ലോകപ്രശസ്തനായ ഒരു ചെസ്റ്റർനുണ്ട്, സാഹിത്യകാരൻ. നമ്മുടെ പിതാവിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ വാചാലതയൊക്കെ കണ്ട് അദ്ദേഹത്തെ
ഈസ്റ്റിന്റെ ന്യൂമാൻ എന്ന് വിളിച്ചു. നമുക്കറിയാമെങ്കിൽ കാർഡിനൽ ന്യൂമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയിലെ തന്നെ ഒരു വലിയ സ്കോളറാണ്, സാഹിത്യകാരനാണ്, സഭാചിന്തകനാണ്. അപ്പൊ അതുപോലെ ഈസ്റ്റിന്റെ ന്യൂമാൻ എന്നാണ് ഈ ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന സാഹിത്യകാരൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. 1932 ജൂൺ 11 തുടർന്ന് നമ്മുടെ ഭരണമാപ്പ നമ്മുടെ മലങ്കര ഹൈറാർക്കി അംഗീകരിച്ചു. തുടർന്ന് അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിന് തുടക്കം മുതലേ വളരെ ശ്രദ്ധ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ കേരള അന്നത്തെ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് 1949 നമ്മുടെ മാർഗാനിയസ് കോളേജ് സ്ഥാപിക്കുന്നത്. അപ്പൊ അതിന് ഒത്തിരി ചരിത്രങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ സമയം വിസ്തരിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ 108 ഏക്കർ വരുന്ന മാർഗാനിയസ് കോളേജ് നിൽക്കുന്ന സ്ഥലം അക്വയർ ചെയ്ത് അത് വാങ്ങി അവിടെ മാർഗാനിയസ് കോളേജിന് തുടക്കം കുറിക്കുന്നു. അത് നമ്മുടെ ഫാദർ പെരണിക്, പിന്നീട് നമ്മുടെ ഗ്രിഗോറിയസ് പിതാവായി മാറിയ ഫാദർ പെരണിക്കിനെ പ്രിൻസിപ്പലാക്കുന്നു. 1950 1925 നമ്മുടെ പിതാവിനെ മെത്രാനായി പറയുന്ന 50 അദ്ദേഹത്തിന്റെ മെത്രാഭിഷേക ജൂബിലി ആഘോഷിച്ചു. അതിന് 11-ാം പീസ് മാർപ്പാപ്പ അദ്ദേഹത്തെ അനുമോദനം ലഭിച്ചു. 52 നമ്മുടെ പിതാവ് രോഗാതുരനാകുന്നു. 1953 ജനുവരി 29 തന്റെ പിൻഗാമിയായി ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് പിതാവിനെ വാഴിക്കുന്നു. 53 ജൂലൈ 15 നമുക്കറിയാം പിതാവ് ഈ ലോകത്തോട് ഇവിടെ വാങ്ങി. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോയതേ ഉള്ളൂ. തുടർന്നുള്ള ചരിത്രം 1998 മുതൽ നമ്മുടെ പിതാവിനെ വിശുദ്ധനാമത്തിന്റെ നാമകരണ പരിപാടികൾ ആരംഭിച്ചു. 2007 ജൂലൈ 14 അദ്ദേഹത്തെ ദൈവദാസനായി പ്രഖ്യാപിച്ചു. 2014 ജൂൺ 23 പിതാവിന്റെ കബറിടം തുറന്ന് ഈ നാമകരണ പരിപാടികൾ വിശുദ്ധനാക്കുന്ന ആ ചടങ്ങുകളുടെ ഭാഗമായിട്ട് കബറിടം തുറന്ന് പരിശോധന കാലം നടന്ന സംഭവമാണ്. പലരും അതിന് സാക്ഷി വഹിച്ചിട്ടുള്ളവരുണ്ട്. ഈ അടുത്ത സമയത്ത് 24 മാർച്ച് മാസം 15 നമ്മുടെ മാർഗാനിയസ് പിതാവിനെ ധന്യനായിട്ട് സഭ പ്രഖ്യാപിച്ചു. ഇത്രയും പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ നാൾ വഴി പറഞ്ഞതേ ഉള്ളൂ. മാർഗാനിയസ് പിതാവ് എന്ന വ്യക്തിത്വത്തെ അത് ഒരുപാട് അദ്ദേഹത്തിന്റെ ഗുണങ്ങളുണ്ട്. അതൊത്തി പറയാൻ ഒത്തിരിയുണ്ട്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ പഠിക്കാനുള്ള കഴിവ്, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, കമ്മ്യൂണിക്കേഷനിലെ വിദ്യാഭ്യാസത്തിലുള്ള അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം, യുവജനങ്ങളെ വളർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം. ഇതിലൊക്കെ ഉപരി ദൈവ ആശ്രയം, മാതാവിനോടുള്ള ഭക്തി. ദൈവാശ്രയം പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവസേവയല്ല വേണ്ടത്, ദൈവത്തെ അറിയുക, റിയലൈസേഷൻ ഓഫ് ഗോഡ്. അതാണ് പറഞ്ഞത്. വെറും കണ്ണടച്ച് ദൈവത്തെ സേവിക്കുകയല്ല, ദൈവത്തെ അറിയുക. അറിയുക എന്ന് പറഞ്ഞാൽ അതിനെ സ്വാംശീലിക്കുക. അപ്പം അത് പറയുമ്പോൾ നമ്മൾ രണ്ടും വ്യത്യാസമാണ്. നമുക്ക് ദൈവത്തെ അറിയുന്നവർ ഒരിക്കലും നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ സഹോദരന്റെ പ്രശ്നങ്ങൾ ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത അവരുടെ കാര്യങ്ങളൊന്നും കണ്ടുകൊണ്ട് നമുക്ക് ഒരു ഓട്ടക്കാരനാണ് നിൽക്കാൻ പറ്റില്ല. അതാണ് ദൈവ അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി ഗുണഗണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന അന്നത്തെ ലോകത്തിൽ തന്നെ സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ, കാനഡ, ഓസ്ട്രേലിയ, വിദേശത്ത് പോയതെല്ലാം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഒറേറ്ററാണ്, ഒരു വലിയൊരു വാഗ്മിയായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകൾ വളരെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവാശ്രയം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും പഠനങ്ങളും എഴുത്തുകൾ ഒരുപാട് നമ്മുടെ സഭയെ ആവശ്യമുള്ള പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിനെ വിശുദ്ധനാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയത് 1,00,000 പേരോളം വരുന്ന രേഖകളാണ് നമ്മുടെ റോമിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഗഹനമായ പഠനങ്ങൾക്കും ഒക്കെ ഇനി ഒരുപാട് മേഖലകളുണ്ട്. പിതാവിന്റെ ജീവനത്തെ കുറിച്ച് ആധികാരികമായിട്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിലൂടെ എഴുതിയ പുസ്തകമുണ്ട്, മൂലവീട്ടിൽ വോയിസ് എഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അച്ഛനൊക്കെ അറിയാം ഇതൊക്കെ. അതുപോലെ തന്നെ ഒരുപാട് പേര് കവികൾ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ ഇന്നത്തെ തലമുറ തിരിച്ചറിയണം. അപ്പൊ നമ്മള് പദയാത്ര നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ആചരണം നടത്തുന്നു. പിതാവ് ആരാണെന്ന് അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ തിരിച്ചറിയാതെ ആചരണങ്ങൾ കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ പിതാവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം, നമ്മുടെ ഈ സഭാ ജീവിതം അദ്ദേഹം നമുക്ക് പറഞ്ഞതിന്റെ എന്തെങ്കിലുമൊക്കെ സ്വാംശീകരണം നമ്മളിൽ തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ആചരണം കൊണ്ടൊന്നും യാതൊരു ഫലമില്ലെന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഇടവകയുമായിട്ട് നമ്മുടെ പിതാവിനുള്ള ബന്ധം അത് നമുക്ക്
വളരെ അഭിമാനപൂർവ്വം പറയാൻ പറ്റും. കാരണം നമുക്കറിയാമല്ലോ, നമ്മുടെ 1932 നമ്മുടെ ഈ പുത്തൂര് ഒരു പുനരൈക്യത്തിന്റെ ദീപം തെളിയുന്നത്. നമ്മുടെ അന്ന് തുടക്കത്തിൽ കായോടലച്ചനും അദ്ദേഹത്തോടൊപ്പമുള്ള കുറച്ച് വീട്ടുകാർ അവരുടെ ത്യാഗത്തിന്റെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടിവിടെ ഒരു മലങ്കര സഭ സ്ഥാപിതമാകുന്നു. പക്ഷേ നമുക്കറിയാം, അന്ന് പഴയ തലമുറയിലുള്ളവരാരും ഇരിപ്പില്ല. അന്ന് നേരിട്ട് അതിനകത്ത് ഒരു കുറേ പേരൊക്കെ ആരുമില്ല, എല്ലാവരും കുറ്റവാളികളൊക്കെ കഴിഞ്ഞു പോയി. പക്ഷേ അന്ന് നമ്മൾ ചെയ്ത ത്യാഗം, അപ്പം അതിനു വേണ്ടിയിട്ട് അന്നും നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസ മേഖലയിൽ കത്തോലിക്ക നമ്മുടെ സഭ ഈ ക്രിസ്ത്യൻ സമൂഹമാണല്ലോ വിദ്യാഭ്യാസത്തിന് കേരളത്തിലെ ഏറ്റവും മുൻതൂക്കം തുറക്കാൻ കുറിച്ചത്. നമ്മുടെ ചാവറയത്തിനെ പോലെ പള്ളിക്കൂടം എന്നുള്ള സങ്കല്പം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഇവിടെ ആദ്യം ഒരു പള്ളി നമുക്ക് സ്ഥാപിക്കാനുള്ള സാങ്കേതികമായിട്ട് സാമ്പത്തികമായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു. എങ്കിൽ ഒരു ആദ്യമായിട്ട് അക്കായുടെ സ്വന്തം പുരേടം സഭയ്ക്ക് എഴുതി കൊടുത്തിട്ട് അതിലാദ്യമായിട്ടൊരു സ്കൂളാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. അത് മാർഗാനസ് പിതാവ് കടന്നു വന്ന് അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തി. തുടക്കകാലത്ത് പിതാവ് പലപ്പോഴും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ള കഴിഞ്ഞ തലമുറയുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള പലതും ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പിതാവും അപ്പോൾ അതുപോലെ ആ തലമുറയിലുള്ള ഒരുപാട് പേര് പിതാവിനെ നേരിട്ട് കണ്ടവരും ഈ അദ്ദേഹത്തിൻ്റെ പാദസ്പർശം കൊണ്ട് നമ്മുടെ ഈ മണ്ണ് ഒത്തിരി വിശദീകരിക്കപ്പെട്ടതാണ്. അതിൽ നമുക്ക് അഭിമാനിക്കും. അപ്പം അതിൻ്റെ തുടർച്ചയായി നമ്മുടെ ഇടവയ്ക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അത് നമുക്കറിയാം. നമ്മുടെ വൈദികരായാലും സന്യസ്തരായാലും ഒരുപാട് പേര് ഇടവകയിൽ നിന്നും ഒരു കാല സമയത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത് ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഒരു സ്കൂൾ സ്ഥാപിതമായി, തുടർന്നൊരു ദേവാലയം ഉണ്ടായി. നമ്മളിപ്പോൾ ഏതാണ്ട് 92 വർഷം കഴിഞ്ഞു നമ്മുടെ ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായതിനു ശേഷം. ഇന്നിപ്പോൾ വളരെ നമ്മുടെ അഭിമാനമായി ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ത്യാഗങ്ങളും ഈ ദേവാലയം ഉണ്ടാക്കുന്ന മാർഗാനസ് പിതാവിൻ്റെ ദീർഘവീക്ഷണത്തോടുകൂടി തുടങ്ങിയ പ്രസ്ഥാനം ഇവിടെ മാത്രമല്ലല്ലോ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് നമ്മുടെ സഭ വളർന്ന് ലോകം മൊത്തം വ്യാപിച്ചിരിക്കുന്നു. 10ഓളം രൂപതകളും 13ഓളം മെത്രാന്മാരും നമുക്കിന്ന് സഭയ്ക്കുണ്ട്. ആഗോള കത്തോലിക്ക സഭയിൽ ഏറ്റവും അവർ അംഗീകരിക്കപ്പെട്ട മറ്റുള്ള ലാറ്റിൻ സഭയോ അല്ലെങ്കിൽ സർവ്വമലബാർ സഭയെക്കാരും ഒക്കെ അവരോടൊപ്പം നിൽക്കത്തക്കോണം അംഗീകാരമുള്ള ഒരു സഭയായിട്ട് നമ്മൾ വളർന്നു വന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകില് മാർഗാനസ് പിതാവിൻ്റെ ആ ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ ദൈവാശ്രയവും മാതാവിനോടുള്ള ഭക്തിയും അതൊക്കെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമ്മൾ ഈ ആചരണങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഈ പിതാവിനെ കുറിച്ച് വീണ്ടും നമ്മൾ വായിക്കുകയും അറിയുകയും പഠിക്കുകയും വേണം. ഒത്തിരി ഗവേഷണങ്ങൾ നടക്കാനുണ്ട്. പിതാവിൻ്റെ ഓരോ മേഖലകളെ കുറിച്ചാണ് നമ്മുടെ പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല, അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതം, സ്പിരിച്വാലിറ്റി, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്, പല സ്ഥലത്തുണ്ട്. അതൊക്കെ ഒത്തിരി വായിച്ച് പഠിച്ചെങ്കിലേ നമ്മുടെ മാർഗം പിതാവിനെ നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ കാണിക്കുള്ളൂ. നമ്മുടെ സിസ്റ്റേഴ്സ് അവരുടെ മേഖലയിൽ അവർ പിതാവിനെ കുറിച്ച് ഒത്തിരി പഠനവും അവർ ആ മേഖലയിൽ ഒത്തിരി കാണുന്നുണ്ട്. നമ്മുടെ വോയിസ് അച്ഛന്മാര് അവരുടെ കോൺഗ്രിഗേഷൻ, അവരുടെ ശതാബ്ദിയൊക്കെ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം പിതാവിൽ നിന്ന് ഉൾക്കൊണ്ട ആ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ദാനങ്ങളും ദൈവാശ്രയത്തിലൂടെ തുടങ്ങി വെച്ച ആ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഏറ്റവും അഭിമാനപൂർവ്വം നമ്മൾ പിന്തുടരുകയാണ്. ഇതിലൊക്കെ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സമാധാനത്തോടുകൂടി നമുക്ക് മറ്റൊന്നും ഭയപ്പെടാതെ നമുക്ക് ആരാധന നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പിതാവിൻ്റെ ഒരു ദാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം പിതാവ് ആ കലഹം കൊണ്ട് കലുഷിതമായ ആ സഭയിൽ നിന്ന് മാറി തനിക്കുള്ളായിരുന്ന സ്ഥാനമാനങ്ങളെല്ലാം ഇട്ടതിന് ഒന്നുമില്ലാത്തതിനായിട്ട് ഒരു കൈയോടെ ഇറങ്ങി അദ്ദേഹം തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ഒരു പിതാവ്. അദ്ദേഹം ഇന്ന് തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം എണ്ണത്തിൽ പറയുമ്പോൾ നമ്മുടെ അംഗബലത്തിൽ കുറവാണെന്ന് പറഞ്ഞാലും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ മാർഗാനസ് കോളേജും അതിൻ്റെ പരിസരവും എന്ന് പറയുന്നത് മറ്റുള്ള സഭകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളെക്കാളും ഒരുപാട് വളർന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല നമ്മൾ അഭിമാനിക്കേണ്ടത്. നമ്മുടെ ആ സ്പിരിറ്റ് പിതാവ് നമുക്ക് പകർന്നു തന്ന ആ വിശ്വാസം, ആ സ്പിരിറ്റ് നമ്മളത് ഉൾക്കൊള്ളാനാണ് തുടർന്ന് കൊണ്ടുവരേണ്ടത്. ബാക്കി ഭൗതികമായ വളർച്ച അത് ദൈവം തരുന്നു, അത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമെന്ന് മാത്രമേ
ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞ വിചാരിച്ച പിതാവിനെ കുറിച്ച് ഒന്നും ആകുന്നില്ല. എങ്കിൽ പോലും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ എന്നെ ഇന്നലെ വിളിച്ച് പിതാവിനെ കുറിച്ച് 10 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ വേറെ സ്ഥലത്ത് നിന്നാണ് ഫോൺ അറ്റൻഡ് ചെയ്ത്. എങ്കിൽ പോലും ഞാനതൊരു വലിയ അനുഗ്രഹമായിട്ട് അതിനെ സ്വീകരിക്കാൻ അച്ഛനോട് ഒരു വിധം അച്ഛൻ ഞാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാവുന്ന അച്ഛനോട് പറഞ്ഞപ്പോൾ എനിക്ക് അറിയുന്നത് മാത്രമല്ല, എന്നേക്കാൾ അറിയാവുന്ന എന്നോട് ഉണ്ടാകാം. പക്ഷെ നമ്മൾ കൂട്ടായിട്ട് ചിന്തയ്ക്കുള്ള കാര്യങ്ങൾ വെച്ചത് മാത്രം ഈ തരുണത്തിൽ നമ്മളെല്ലാ വർഷവും പിതാവിനെ കുറിച്ച് അനുസ്മരണം നടത്തുന്ന പതിവുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനിയും ഓരോ വർഷം കഴിയുമ്പോൾ നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് തന്നെ പിതാവിനെ വാഴ്ത്തപ്പെട്ടവനാകല്ലേ. അത് കഴിഞ്ഞിട്ടാണ് പിതാവിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക. അതൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നമുക്ക് തുടർച്ചയായിട്ട് വീട്ടിൽ തന്നുള്ള പ്രാർത്ഥനാകാലത്ത് നമ്മളെല്ലാവരും അത് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവ് വികാരി അച്ഛനോട് ഒരിക്കൽ കൂടി എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ